തൃക്കണ്ണാട്ടെ തീരസംരക്ഷണ പ്രവൃത്തി നിലച്ചു. അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം മൂലം സ്വകാര്യ ക്വാറിയിലെ ഖനനം നിർത്തിവെച്ചതിനെ തുടർന്ന് കരിങ്കല്ല് കിട്ടാതായതോടെയാണ് പ്രവൃത്തി മുടങ്ങിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കർക്കിടകവാവിന് ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തുന്ന തൃക്കണ്ണാട് കടപ്പുറത്തിന്റെ അവസ്ഥയാണിത്. തൃക്കണ്ണാട് കടപ്പുറത്ത് ആഴ്ചകൾക്ക് മുൻപിറക്കിയ ഏതാനും ലോഡ് കരിങ്കല്ലാണ് കടൽ തീരത്തോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്നത്. കരിങ്കല്ലുമായി എത്തിയ ലോറികളും അടിത്തറ കുഴിക്കാനെത്തിയ മണ്ണുമാതിയുമെല്ലാം കടപ്പുറത്തേക്കിറങ്ങിയ ചാലിലൂടെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പാതയുടെ ഓവുചാലിലൂടെ വരുന്ന വെള്ളവും ഒഴുകുന്നത്. നിലവിൽ തെക്കേ ഭാഗത്ത് നിന്ന് വടക്കേ ഭാഗത്തേക്കുള്ള 128 മീറ്റർ തീരം വലിയ കരിങ്കല്ലുകൾ നിരത്തുന്നതിന് കുഴിയെടുത്തിട്ടുണ്ട്. വടക്കേ ഭാഗത്ത് കുറച്ച് കരിങ്കല്ലുകളും ഇറക്കിയിട്ടുണ്ട്. മഴ ശക്തമായാൽ തിരമാലയിൽ കുഴിയടയുകയും പദ്ധതി കടലിലാവുകയും ചെയ്യും. കടലാക്രമണത്തിൽ തീരം കടലെടുക്കുന്ന തൃക്കണ്ണാട് പ്രദേശം ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മഴക്കാലത്ത് തീരദേശവാസികൾ കളക്ടറേറ്റിലേക്ക് സമരം ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് 50 ലക്ഷം രൂപ ചെലവിൽ ഈ കാലവർഷത്തിനു മുമ്പായി കരിങ്കല്ല് നിരത്താൻ പദ്ധതിയായത്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ഈ കരിങ്കൽ ഭിത്തികൾക്കിടയിലൂടെയാണ് കടൽ തീരത്തെത്തുന്നത്. എന്നാൽ ഈ പ്രവൃത്തിയും നിലച്ചതോടെയാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത്. ഇവിടെ വെച്ചാൽ തീരദേശ സമയത്ത് ഒന്നര മാസം കഴിഞ്ഞ് ഇവിടെ കല്ലിടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇവർ കല്ല് നേരെ ഇടുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ 2 ദിവസം പിന്നെ വരും. പിന്നെ ലെവലില്ല സംഭവം. അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് പോകാണ്ട് വഴിയില്ല. ഈ കടപ്പുറം വരുന്നവർക്ക് അങ്ങോട്ട് വഴിയില്ല. മറ്റേ അമ്പലത്തിൽ കർമ്മ വയ്ക്കുന്നവർക്ക് വഴിയില്ല. ഇതെല്ലാം നമ്മൾ ശരിയായി എല്ലാവരും ഇടുന്നതിന് ശരിയായി കൊടുക്കണം. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നഷ്ടം ഇത് തീരദേശ പണിക്ക് പോയില്ലെങ്കിൽ നമ്മളെ കിട്ടാൻ ജനങ്ങൾക്ക് ഭയങ്കര ഒന്നും കിട്ടുന്നില്ല. ഇതാണ് പ്രശ്നം വരുന്നത്. 1.5 മാസമായി ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ നാളെ വരെ എല്ലാം കുയ്യെല്ലാം എടുത്തിട്ട് പോയോ മണ്ണ് എടുത്തിട്ട്. ഇപ്പം അവരാരും വരുന്നുമില്ല. വന്നു കഴിഞ്ഞാൽ രാത്രി കല്ല് കൊണ്ടുവിടും. പിന്നെ അവർ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുമില്ല. അതാണ് വ്യക്തമായ സംഭവം. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കോട്ടികളുടെ സൈഡിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബലിയിടുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ബലിയുടെ കാര്യങ്ങൾക്ക് അവർ ജനങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ഇവിടെ വഴികാട്ടി കൊടുക്കണം. അവർക്ക് അങ്ങോട്ട് പോയിട്ട് ബലിയിടുന്നു. അവർക്ക് അമ്മനെ കൊണ്ട് ഓടിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാതാളം മുകളിൽ വീണ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തന്നെ ബുദ്ധിമുട്ടത്. നമ്മളെല്ലാം അത് രക്ഷപ്പെടുത്തണവരല്ലോ. ഇത് മറ്റേ പാതാളം ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഈ തീരദേശത്ത് മറ്റേ തോണിക്കാരിലെ കടൽ കയറി കഴിഞ്ഞ വർഷം ഭയങ്കര നഷ്ടം നാട്ടിൽ കോട്ടികളും. നഷ്ടം വെച്ചാൽ 2 അമ്പലം പോയി ഇടാം കോട്ടികളും തീരദേശം ഈ കടലടിച്ചിട്ട്. അതിനകത്ത് ഇത് ഇടുന്നവർ അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയായിരുന്നു. ഇട്ടിട്ട് പോകുന്നുണ്ട്. അവർ ലെവലാക്കുന്നില്ല. അവരാരും ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതെല്ലാം ലെവലില്ല അവരെ കൊണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ജലസേചന വകുപ്പിന്റെ കീഴിലാണ് പ്രവൃത്തി നടക്കുന്നത്. 3708.88 മെട്രിക് ടൺ വലിയ കരിങ്കല്ലുകൾ നിരത്തിയായിരുന്നു പദ്ധതി. റോഡിന്റെ ഒരു ഭാഗത്തെ മണൽത്തിട്ട ഇല്ലാതായി കഴിഞ്ഞു. അടുത്ത കാലത്തായി 30 മീറ്റർ തീരം ഇവിടെ കടലെടുത്തിട്ടുണ്ട്. റോഡിനപ്പുറത്താണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. സംസ്ഥാന പാതയും കടലും തൃക്കണ്ണാട് ക്ഷേത്രമതിലും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വെറും 35 മീറ്ററിൽ താഴെയായി ചുരുങ്ങി. കഴിഞ്ഞ വർഷം ജലസേചന വകുപ്പ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജിയോ ബാഗ് കടൽ ഭിത്തിയും കടലെടുത്തു കഴിഞ്ഞു. ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാനും മീൻപിടുത്ത തൊഴിലാളികൾക്ക് തോണി കയറ്റാനും ഇറക്കാനുമായി 15 മുതൽ 20 മീറ്റർ വരെ വീതിയിൽ തീരത്ത് മണ്ണിനടിയിൽ മാത്രം കല്ല് നിരത്താനായിരുന്നു തീരുമാനം. ഈ ഭാഗത്ത് ഭൂനിരപ്പിന് മുകളിലേക്ക് കല്ല് നിരത്തേണ്ടതില്ലെന്നും ധാരണയായിരുന്നു. കടൽ തീരത്ത് മണ്ണിനടിയിലും മുകളിലുമായി 3.5 മീറ്റർ കല്ല് നിരത്തുന്നതിനാണ് കരാറുണ്ടായത്. ഒന്നിന് 300 മുതൽ 1000 കിലോ വരെ തൂക്കമുള്ള വലിയ തരം കല്ലുകളാണ് ഉപയോഗിക്കേണ്ടത്. മൊത്തം 3708.88 മെട്രിക് ടൺ കരിങ്കല്ല് നിരത്താൻ 50 ലക്ഷമാണ് അടങ്കൽ തുക. ശക്തമായ മഴയെത്തുന്നതിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും മഴയെത്തുന്നതിന് മുൻപ് തന്നെ പ്രവൃത്തി നിലച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് തൃക്കണ്ണാട് കടപ്പുറത്തെ തീരദേശവാസികൾ. ക്യാമറമാൻ വിജയരാജ് ഉദമയ്ക്കൊപ്പം അനൂപ് പെരിങ്ങോം, കാസർഗോഡ് വിഷൻ.